സുഹൃത്തുക്കളെ, കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഇന്നൊരു യാത്ര പോയാലോ? എറണാകുളത്തെ പ്രൈം പാലസ് ലോഡ്ജിൽ നിന്നും ഞങ്ങൾ വെളുപ്പിന് 4:45 പുറപ്പെടുകയാണ്. ലക്ഷദ്വീപിലെ പ്രമുഖ അധ്യാപകരായ ഹസൻ സാർ, ആലി സാർ, മോന സാർ എന്നിവരാണ് എന്നോടൊപ്പം യാത്രക്കുള്ളത്. ഞങ്ങളുടെ ലഗേജുകളെല്ലാം യൂബറിൽ കയറ്റിയിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. 5:30 സോളാർ എനർജി കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ടായ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ ചെന്നെത്തിയത്. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു. ബോർഡിംഗ് പാസ് എടുത്തതിന് ശേഷം ലഗേജിന് അതിൻ്റെ വഴിക്ക് വിടുകയും ഞങ്ങളുടെ വഴിക്ക് പോവുകയും ചെയ്തു. അതിനിടയിൽ അബ്രാർ സാർ ഞങ്ങളോടൊപ്പം ചേർന്നു. സുബഹ് നമസ്കാര സമയമായതുകൊണ്ട് തന്നെ സുബഹ് നമസ്കരിക്കാൻ വേണ്ടി അവിടെയുള്ള പള്ളിയിലേക്ക് ഞങ്ങൾ കയറി. MA യൂസുഫ് അലി സാറ് ഫർണിഷ് ചെയ്ത പ്രെയർ ഹാളാണത്. നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ സാബിത് സാറും ഞങ്ങളോടൊപ്പം ചേർന്നു. ഞങ്ങളുടെ ബോർഡിംഗ് തുടങ്ങി. എല്ലാ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിരുന്നു. ഇൻഡിഗോയാണ് ഫ്ലൈറ്റ്. ഞങ്ങളുടെ പ്ലെയിൻ ബാംഗ്ലൂർ ലക്ഷ്യമാക്കി പറന്നുയർന്നു. ഹിമാലയ പർവ്വതം പോലെ തോന്നിക്കും വിധം ആകാശത്തിലെ മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. ബാംഗ്ലൂർ അടുത്തപ്പോൾ ഞങ്ങളുടെ പ്ലെയിൻ മേഘപാളികൾക്കിടയിലൂടെ താഴെ ഇറങ്ങുന്ന വേളയിൽ വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു ഞങ്ങൾ അവിടെ കണ്ടത്. My breath and light run together. In the sky I saw it and she gave me a single flower. I hope your future is warm and bright. In the meantime, brush your innocent hair. Feel warm inside. You let me know. അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് പ്ലെയിൻ ലാൻഡ് ചെയ്തു. KSRTC ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ അടക്കി നിർത്തിയതുപോലെ പ്ലെയിനുകൾ ഇവിടെ വരിയായി നിർത്തിയത് കാണാൻ വളരെ മനോഹരമായ ഒന്നായിരുന്നു. പുറത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചിരുന്നതിന് ശേഷം ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാം ലഗേജുമായി സ്ഥലം വിട്ടിരുന്നു. ഞങ്ങളുടെ ബാഗുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇനി ഇതുമെടുത്ത് ഞങ്ങളും സ്ഥലം വിടാം. കളി ഇനി ബാംഗ്ലൂർ ലുക്കൊന്ന് മാറിയേക്കാം. എയർപോർട്ടിന് പുറത്തുള്ള ഊബർ സ്പോട്ടിൽ ഞങ്ങൾ പോയി. അവിടെ നിന്നും ഊബർ ബുക്ക് ചെയ്ത് ഞങ്ങൾ നീങ്ങി. ഊബർ ഡ്രൈവർ AC ഓണാക്കില്ല. കാറ്റ് കൊണ്ടിട്ട് മുടി ചീകിയതൊക്കെ പോയി. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് പ്രവേശിച്ചു പോയേക്കും മരങ്ങളും കാടുകളും പോലുള്ള സ്ഥലങ്ങൾ. റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് സൗത്ത് ഇന്ത്യ ബോർഡ് കണ്ടു. ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് വന്നെത്തി. ഗേറ്റ് കടന്നുവിടുന്ന തന്നെ രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ പേര് രജിസ്റ്റർ ചെയ്തു. ഒരു മുറിയിലേക്ക് 4 പേരെ വെച്ചിട്ടാണ് അക്കോമഡേറ്റ് ചെയ്തത്. ഞങ്ങൾ ഞങ്ങളുടെ മുറി ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങി. ഹസൻ മാഷ് മുറി തുറന്ന് അകത്ത് കടന്നു. 4 കോർണറിലും കട്ടൽ. ശുഭം സുന്ദരം.